സംഘപരിവാറിന്റെ ഭീകരതയ്ക്കെതിരായ യുദ്ധം തുടരുമെന്ന് ചേതന തീർത്ഥഹള്ളി. ആരെതിർത്താലും എഴുത്തു നിർത്തില്ല. അശാന്തി പരത്താനാണ് സംഘപരിവാറിന്റെ ശ്രമം. ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരായ എഴുത്തു തുടരുമെന്നും ചേതന തീർത്ഥഹള്ളി പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. വിവരങ്ങളുമായി ന്യൂസ് റൂമിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, പല വിധത്തിലുള്ള ഭീഷണി എഴുത്തുകാർക്ക് ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും മാനഭംഗപ്പെടുത്തും എന്ന ഒരു എഴുത്തുകാരിയോട് സ്പഷ്ടമായി സംഘപരിവാർ പറഞ്ഞത് ഇതാദ്യമായിരുന്നു. പക്ഷേ പതറാതെ താൻ എഴുത്ത് തുടരും എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണോ എഴുത്തുകാരി? എന്തൊക്കെയാണ് നമ്മോട് പറഞ്ഞത്? തീർച്ചയായും അരുൺ, ഉറച്ച നിലപാടിൽ തന്നെയാണ് കന്നഡ എഴുത്തുകാരി ചേതന തീർത്ഥഹള്ളി. കഴിഞ്ഞ ദിവസം ബലാത്സംഗ ഭീഷണി ഉൾപ്പെടെ ആസിഡാക്രമണം ഉൾപ്പെടെയുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലുള്ള സംഘപരിവാറിന്റെ ഭീഷണി തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചേതന തീർത്ഥഹള്ളിക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലെ ഹനുമന്ത് നഗർ പോലീസ് സ്റ്റേഷനിൽ ചേതന തീർത്ഥഹള്ളി പരാതി നൽകുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് പീപ്പിൾ ടി വി ചേതന തീർത്ഥഹള്ളിയെ ബന്ധപ്പെട്ടത്. അപ്പോൾ അവരുടെ പ്രതികരണം, ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് തേടിയപ്പോൾ അവരുടെ അഭിപ്രായം ഇതായിരുന്നു: സംഘപരിവാറിന്റെ ഭീകരതയ്ക്കെതിരായ യുദ്ധം തുടരും, ഒപ്പം ആരെതിർത്താലും എഴുത്ത് നിർത്തില്ലെന്നുമാണ് ചേതന തീർത്ഥഹള്ളി പറഞ്ഞത്. കേസിൽ അന്വേഷണം നടക്കുകയാണ്. ഇത് ഒരാൾ ഉയർത്തുന്ന ഭീഷണി മാത്രമായി കണക്കാക്കാനാവില്ല. ഒരു കൂട്ടം ആളുകളുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണിതെന്നുമാണ് ചേതന തീർത്ഥഹള്ളി പീപ്പിളിനോട് പറഞ്ഞത്. ഒപ്പം അശാന്തി പരത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എത്ര ഭീഷണി ഉണ്ടായാലും താൻ എഴുത്ത് നിർത്തില്ല, തൻ്റെ എഴുത്ത് തുടരുമെന്നും ചേതന തീർത്ഥഹള്ളി പറഞ്ഞു. ഒപ്പം തൻ്റെ തീരുമാനത്തെ തടയാൻ ആർക്കും കഴിയില്ല. പിന്തുണയ്ക്കുന്നവരോട് നന്ദിയുണ്ടെന്നും ചേതന തീർത്ഥഹള്ളി പീപ്പിളിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നത്. പീപ്പിളടക്കം ഇക്കാര്യം വാർത്ത നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ പീപ്പിൾ നൽകിയ വാർത്ത, ഒപ്പം നമ്മുടെ വെബ്സൈറ്റായ കൈരളി ന്യൂസ് ഓൺലൈനിൽ നൽകിയ വാർത്തയും ചേതന തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആസിഡ് ആക്രമണം ഉൾപ്പെടെ, ബലാത്സംഗത്തിനൊപ്പം ആസിഡ് ആക്രമണം ഉൾപ്പെടെയുള്ള ഭീഷണിയാണ്, ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നായിരുന്നു ചേതനയ്ക്ക് ലഭിച്ച ഭീഷണി. കാരണം ഒന്ന് ബീഫ് നിരോധനം, ഒപ്പം കൽബുർഗിയുടെ എഴുത്തുകാർക്കെതിരായ ആക്രമണം, കൽബുർഗി ഉൾപ്പെടെയുള്ള ഡോക്ടർ MM കൽബുർഗി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അത്തരമൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ബംഗളൂരുവിലടക്കം പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. ഇതിൻ്റെ മുൻനിരയിൽ നിന്ന എഴുത്തുകാരി കൂടിയാണ് ചേതന തീർത്ഥഹള്ളി. ഈ സാഹചര്യത്തിലാണ് ചേതനയ്ക്ക് കഴിഞ്ഞ 4-5 മാസമായി നിരന്തരം സംഘപരിവാറിൻ്റെ ഭീഷണി ലഭിച്ചത്. എന്നാൽ ഇതാദ്യം കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭീഷണിയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഹനുമന്ത് നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 504, 506, 509 വകുപ്പുകൾ പ്രകാരമാണ് ഹനുമന്ത് നഗർ പോലീസ് കേസെടുത്തതും. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് ചേതന തീർത്ഥഹള്ളി നമ്മളോട് പറഞ്ഞത്. അരുൺ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ചേതന തീർത്ഥഹള്ളി പീപ്പിൾ ടിവിയോട് നിലവിൽ പ്രതികരിച്ചിട്ടുണ്ട്. പതറാതെ താൻ മുന്നോട്ട് പോകും എന്നാണ് അവർ പീപ്പിൾ ടിവിയെ അറിയിച്ചത്.